എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു ഹൈ ക്വാളിറ്റി വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് 2020 മാനുഫാക്ചറിങ്, 20 രജിസ്ട്രേഷനിൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 1,33,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി ഓടിയിരിക്കുന്ന മാനുവൽ വേരിയന്റിലുള്ള ഇന്നോവ ക്രിസ്റ്റയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ഇൻസ്പെക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഏതൊക്കെ രീതിയിലാണ് വണ്ടികൾ ചെക്ക് ചെയ്യാറുള്ളത് എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. ആക്ച്വലി നമ്മൾ നേരത്തെ ചെയ്യുന്ന വീഡിയോകളിലൊക്കെ വളരെ അപൂർവമായിട്ടുള്ള വീഡിയോകളിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഫുള്ളായിട്ടുള്ള വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് വണ്ടി പൂർണ്ണമായിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ഐഡിയയും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ ആദ്യം തന്നെ നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ഡൽഹിയിലാണ് ഉള്ളത്. നമ്മൾ ചെയ്യുന്ന വണ്ടികളൊക്കെ ഡൽഹി NCRന്റെ പരിധിയിലുള്ള വാഹനങ്ങളാണ് ചെയ്യുന്നത്. ഡൽഹി, UP, ഹരിയാന വണ്ടികളാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന വാഹനങ്ങളല്ല. നമ്മളുടെ ഒരു പോളിസി പ്രകാരം നമുക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടി എവിടുന്ന് കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ അതിന് മാനദണ്ഡമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പം ഡയറക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് തന്നെ നേരിട്ട് വാഹനം വാങ്ങാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നമുക്ക് മിക്കവാറും ഡീലർമാരുടെ കയ്യിൽ നിന്നായിരിക്കും വണ്ടി കിട്ടുക, അല്ലെങ്കിൽ ഷോറൂം എക്സ്ചേഞ്ചിൽ വരുന്ന വാഹനങ്ങൾ. ഇപ്പോൾ ഷോറൂമിൽ എക്സ്ചേഞ്ച് വരുന്ന വാഹനങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവിടുത്തെ ഒരു മാനേജ്മെൻറ്റും ഡൽഹിയിലെ ഡീലർമാരും കേരളത്തിലെ ഡീലർമാരും ഒക്കെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ത്രൂവിൽ നമുക്കൊരിക്കലും അങ്ങനെ സിംഗിൾ വണ്ടികളായിട്ട് ചെന്നാലൊന്നും കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. എന്താണെങ്കിലും നമ്മുടെ മോസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ്. അതിന് ശേഷമാണ് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോവുക. അപ്പോൾ ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യുവാണ്, നമ്മുടെ വണ്ടികളെല്ലാം ഡൽഹിയിലാണുള്ളത്. നമ്മളുടെ പേയ്മെൻറ്റ് എല്ലാം, നമ്മൾ വണ്ടിയുടെ ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് ആണ് നമ്മൾ വണ്ടികൾ എടുക്കേണ്ടത്. നിങ്ങൾക്ക് നാട്ടിൽ വണ്ടി കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നിടം വരെ ഡൽഹിയിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അത് മുഴുവൻ നമ്മൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ അത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാഹനം, അതിൻ്റെ മോഡല്, അതിൻ്റെ വേരിയൻറ്റ്, ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് നിങ്ങളുടെ ഒരു ഓർഡർ കൺഫർമേഷന് ശേഷമാണ് നമ്മൾ വണ്ടികൾ നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം ഡയറക്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഡീലർക്കോ അല്ലെങ്കിൽ ഷോറൂമിലാണെങ്കിൽ ഷോറൂമിലേക്ക് ചെയ്യിക്കാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുക. ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയിട്ട് പേയ്മെൻറ്റ് ചെയ്ത് അങ്ങനെയൊന്നും അല്ല നമ്മളെ സിസ്റ്റം. കാരണം എത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം കുറേ അധികം വർഷങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ച് അത്രയും എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ മാക്സിമം നമ്മളുടെ പേയ്മെൻറ്റ് സിസ്റ്റം ഫുള്ള് നമുക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിരിക്കും. അതും ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുവാണ്. നിങ്ങൾക്ക് 100% ട്രസ്റ്റോടുകൂടി നമ്മളുടെ നിന്ന് വാഹനം എടുക്കാനായിട്ട് സാധിക്കും. വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല. അപ്പോൾ നമുക്കിനി നേരിട്ട് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതുപോലെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു 100% അത് നമുക്ക് കാണിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ ചെയ്യുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും പൂർണ്ണമായിട്ടും വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെയ്യുന്നപോലെ നമ്മൾ ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് ഇറങ്ങി ഈ ഒരു ഫെൻഡർ ബോണറ്റിൽ വന്ന് ഫിനിഷ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ബോഡി ചെക്ക് ചെയ്ത് പോകുന്നത്. നമ്മൾ ഓൾറെഡി പെയിൻറ്റ് ചെക്ക് ചെയ്താണ്. ഇത് പെയിൻറ്റ് ചെക്ക് ചെയ്യുന്ന മെഷീനാണ്. വണ്ടിയിൽ ഒരിടത്തും റീപെയിൻറ്റ് വന്നിട്ടില്ല. ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും നോർമലി എല്ലാവർക്കും അറിയാം, ഡൽഹിയിലെ ട്രാഫിക്കിൽ ഡൽഹിയിൽ ഓടുന്ന വണ്ടിയാണ്. അതിന് റീപെയിൻറ്റ് വരാനുള്ള സാധ്യത 99% ഉണ്ട്. അപ്പോൾ ഈ 2 ബമ്പറുകൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബോഡി പാർട്ടിൽ ഒരിടത്ത് പോലും റീപെയിൻറ്റ് വന്നിട്ടില്ല. അതുപോലെ ഈ വണ്ടിയുടെ ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്ന ടൊയോട്ടയുടെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. അതും നമുക്ക് സർവീസ് റെക്കോർഡ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫെൻഡറിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു ഫെൻഡറിൽ യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളോ ഡെൻറ്റുകളോ ഒന്നും തന്നെ ഇല്ല. ഈ ഗ്ലാസ്സുകളെല്ലാം കമ്പനി ഒറിജിനൽ അന്ന് 2020 വന്ന അതേ സെയിം ടൊയോട്ടയുടെ ഗ്ലാസ്സുകളാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 2 ഡോർ ഒരുമിച്ച് ഞാൻ പറയാം. ഈ 2 ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഈ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള നഖം കൊണ്ട് പോറിയ പോലത്തെ ചെറിയ ചെറിയ പാടുകൾ, അതൊക്കെ ഒരു റബ്ബിംഗ് പോളിഷിൽ പോകുന്ന ചെറിയ 1-2 സ്ക്രാച്ചുകളുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഡോർ തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിനി ഈ ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേന് ഇതിനുള്ളിൽ ആംബിയൻസ് ലൈറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെയാണ് ഈ ഒരു സ്ട്രിപ്പ് കാണുന്നത്. ഈ ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരാം.
ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇനി താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മളുടെ ഒരു സെഡിലേക്ക് വരുന്ന ടൈപ്പിലുള്ള ബ്ലാക്കിൻ്റെയും ഒരു ലെതറിൻ്റെയും ഫിനിഷായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൽ റൂഫ് റെയിൽ ഫുഡ് സ്റ്റെപ്പ് ഒക്കെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ടൊയോട്ടയുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുറകിലത്തെ ഡോറ് തുറന്നൊന്ന് കാണാം. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. ഈ ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകുവശത്തേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഈ ഡിക്കിയിലെങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകൾ സംഭവിച്ചിട്ടില്ല. ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളുടെ പഴയ വീഡിയോകളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ വണ്ടിയുടെ എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചുകൾ പോലും എടുത്ത് പറഞ്ഞ് തന്നെയാണ് വീഡിയോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പുറകിലത്തെ ടെയിൽ ലൈറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഈ രണ്ട് ടെയിൽ ലൈറ്റിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഈ പുറകിലത്തെ ഗ്ലാസും കമ്പനി ഒറിജിനൽ 2020 സീരീസിലുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. നമ്മൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകളും പേസ്റ്റിങ്ങും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഈ നട്ടുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള അഴിക്കുന്നതിൻ്റെതായ യാതൊരു സിംറ്റംസും ഇല്ല. ഈ ഭാഗത്തെയൊക്കെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ ഒരു താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൾവശത്ത് നിന്ന് ഈ പുറകിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മളുടെ ഒരു സെഡിലൊക്കെ വരുന്ന ടൈപ്പിലുള്ള സീറ്റാണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ താഴെ വശത്തേക്ക് നോക്കുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഡിക്കിയുടെ ഉൾവശത്തെ ഈ ഡോർപാടാണെങ്കിലും ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു ക്രോം സ്ട്രിപ്പും ഈ ഇതിൻ്റെ മേളിലും ഒരു ക്രോം സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി നമുക്ക് കാഴ്ചയിൽ വളരെ ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോർ തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. എല്ലാ ഡോർപാടുകളും വളരെ വൃത്തിയിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെയും നമുക്ക് ആംബിയൻസ് ലൈറ്റിൻ്റെ ഒരു സ്ട്രിപ്പ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ തുറന്നൊന്ന് നോക്കാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രണ്ട് ഡോറുകളും ഒരുമിച്ച് പറയാം. ഈ രണ്ട് ഡോറുകളിൽ യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളും ഇല്ല. ബോഡി ലൈൻ എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് ഉള്ളത്. ചെറിയ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചസ് നോർമലി ഉണ്ടാകുന്നത് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. നമുക്ക് സീറ്റുകളും നമുക്ക് ഗ്ലാസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പവർ വിൻഡോയുടെ സ്വിച്ചുകളെല്ലാം പ്രോപ്പർലി വർക്കിംഗ് ആണ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി അകത്തു നിന്ന് വണ്ടിയുടെ മിറർസ് ഫോൾഡ് ചെയ്യാനുള്ള സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് ഈ മേള് വശത്തെ പഞ്ചിങ് മാർക്കുകൾ ഒന്ന് നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഫെൻഡറിലും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. ഈ ഒരു ഭാഗത്ത് കുഞ്ഞ് 1-2 ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേന് ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഓൾ ഒറിജിനൽ പെയിൻ്റ് ആണ് ഈ വാഹനത്തിൽ. ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും മാത്രം റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് വീലും സെഡിലും ഒന്നും വരുന്ന പോലെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് അല്ല വരിക, നോർമൽ ഹെഡ്ലൈറ്റ്സുകളാണ് വരിക.
അത് രണ്ടിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫോഗ് ലൈറ്റ്സും കാര്യങ്ങളോ ഒക്കെ നമുക്ക് അഡീഷണൽ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വാഹനത്തിൻ്റെ നമുക്ക് ബോണറ്റ് ഒന്ന് തുറന്ന് എൻജിൻ റൂം ഒന്ന് കാണാം. അതുപോലെ നമുക്ക് ബാറ്ററിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യാം. നമുക്ക് ബാറ്ററിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുന്ന ഉപകരണം ഉൾപ്പെടെ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറില്ല, എങ്കിലും നമുക്കത് ഒന്ന് കാണാം. അതുകൂടാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾ ബോണറ്റ് തുറക്കാം. ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നട്ടുകളൊക്കെ കാണുമ്പോൾ ഇതൊന്നും അഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇത് 2020 വണ്ടി ആയതുകൊണ്ട് തന്നെ ആർട്ട് ബ്ലൂ ഒഴിച്ചുകൊടുന്ന BS6 വണ്ടിയാണ്. അപ്പോൾ അത് ആർട്ട് ബ്ലൂ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഏരിയയാണിത്. അതുപോലെ ഇത് 2025 6 മാസത്തെ പുതിയ ബാറ്ററിയാണ്. അപ്പം എന്താണെങ്കിലും നമുക്കിത് ചെക്ക് ചെയ്യണം. എന്നാലും ഞാൻ പറയുവാണ്, പുതിയ ബാറ്ററി തന്നെയാണ് ഇതിൽ ഇരിക്കുന്നത്. അതുപോലെ എൻജിൻ റൂം എല്ലാം നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് കാഴ്ചയിൽ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടിയുടെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഇപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുകയാണ്. ഇത് ഫുള്ളായിട്ടുള്ളൊരു ബാറ്ററിയാണ് കാണിക്കുന്നത്. ഫുള്ള് കപ്പാസിറ്റിയിൽ തന്നെയുള്ള ഒരു ബാറ്ററി ആയിട്ടാണ് ഇത് നമുക്ക് കാണിക്കുന്നത്. പിന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വളരെ സൈലന്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നതുകൊണ്ട് ആൾക്കാർ ഓർക്കും ഇതിന് എല്ലാ വണ്ടിയുടെയും ഇങ്ങനെ സൈലന്റ് സെല്ലാണ്. അപ്പം നല്ലതെന്നല്ല നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 6 കിലോമീറ്ററോളം ഓടിച്ചിട്ടാണ് വണ്ടിയായിട്ട് ഇങ്ങോട്ട് വന്നത്. വണ്ടിയിൽ യാതൊരു വിധത്തിലുള്ള ഗിയർ ഷിഫ്റ്റിനുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലച്ചൊക്കെ പ്രോപ്പർ വർക്കിംഗ് ആണ്. ക്ലച്ചിന് ടൈറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ലച്ച് കുറവായിട്ടോ ഒന്നുമില്ല. വണ്ടി വളരെ സ്മൂത്താണ് ഓടിക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡൽ കൂടിയ ഇന്നോവ ക്രിസ്റ്റ നോക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന ഭാഗങ്ങളിലേക്ക് പോകാം. നമ്മൾ ഇൻസ്പെക്ഷൻ രീതികളൊന്നും പൂർണ്ണമായിട്ടും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തെന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് ആയി പോകും വീഡിയോയ്ക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇൻസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ രീതിയിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വെച്ചത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ ഈ മാറ്റിട്ട് കയറി നമ്മൾ അതിൻ്റെ അടിയിൽ നിന്ന് തന്നെ ടോർച്ച് കാര്യങ്ങളൊക്കെ അടിച്ച് നോക്കി ഇതിനകത്ത് ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അതുപോലെ 4 സൈഡിലും ഫ്രണ്ടും ബാക്കും 2 സൈഡിലും നമ്മൾ ഈ മാറ്റിട്ട് നമ്മൾ ടോർച്ച് അടിച്ചും ഒക്കെ നമ്മൾ എന്തെങ്കിലും റസ്റ്റ് പ്രശ്നങ്ങളുണ്ടോ, അണ്ടർ ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അണ്ടർ ബോഡി അല്ലെങ്കിൽ നമ്മളെ എൻജിൻ റൂമിൻ്റെ അടിവശമൊക്കെ നോക്കുവാണ് ടോർച്ച് അടിച്ച്. ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് പുറകോട്ട് പോയിട്ട് എൻ്റെ അണ്ടർ ബോഡിയുടെ ബാക്കി ഭാഗങ്ങളും കൂടെ നോക്കാം. അപ്പോൾ ഇനി നമ്മൾ അണ്ടർ ബോഡിയുടെ വശങ്ങൾ നോക്കുവാണ്. അകത്തൊക്കെ നോർമലി ഉള്ള പോലെ കുറച്ച് മണ്ണും പൊടിയും ചെളിയൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ അങ്ങേ സൈഡും കൂടെ ഒന്ന് നോക്കണം. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, നമുക്ക് കുറേ ടൈമായി പോവും. അപ്പോൾ ഇനി നമ്മൾ വണ്ടിയുടെ സ്കാനിങ്ങിലേക്ക് കടക്കുകയാണ്. സ്കാൻ ചെയ്യുന്ന വീഡിയോയും നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ വീഡിയോയും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ OBD സ്കാനർ, അപ്പോൾ ഇത് നമ്മൾ വണ്ടിയെ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് എൻ്റെ ഫോണിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മളത് ബ്ലൂടൂത്ത് വഴി അത് കണക്റ്റ് ആവും. അതിനുശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ OBD സ്കാനർ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കയറി കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ഇച്ചിരി കുറവായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. കാരണം നമ്മൾ വേറെ ഫോണിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബ്ലൂടൂത്ത് ഓണാക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് കണക്റ്റ് ആയിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്റ്റ് ആകുമ്പോൾ അവിടെ നമുക്ക് ഗ്രീൻ കളർ മാറിയിട്ട് ഒരു ബ്ലൂ കളറിലേക്ക് വരും. അപ്പോൾ ഇനി നമുക്ക് വണ്ടി പയ്യെ ഓണാക്കാം.
ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ അത് സ്കാൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫോണിൽ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വിൻ നമ്പർ ഇവിടെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി സെർച്ച് ചെയ്യും. അത് കണക്റ്റ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വിൻ നമ്പർ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ സ്കാനിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി നോർമലാണ്, ഇതിൽ വേറെ മാൽഫങ്ഷൻസ് ഒന്നുമില്ല. നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മറ്റേ അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. എല്ലാം പെർഫെക്റ്റ് കണ്ടീഷനിൽ തന്നെയാണുള്ളത്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഇത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് പോകാം. വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഓടിച്ചു നോക്കാം. വണ്ടി വളരെ സ്മൂത്താണ്. നമുക്ക് സസ്പെൻഷനൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലച്ചൊക്കെ നല്ല നോർമലാണ്. ഗിയർ ഷിഫ്റ്റിലൊന്നും ടൈറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ വഴി നമുക്ക് ഒത്തിരി ഇങ്ങനെ സ്പീഡ് എടുത്ത് പോകാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമുക്ക് സസ്പെൻഷൻ്റെ ഒക്കെ ഒരു വർക്കിങ് കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹമ്പുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബ്രേക്കും ഒക്കെ നല്ല പക്ക കണ്ടീഷനിൽ തന്നെയാണുള്ളത്. നമുക്കിനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ എത്തുമ്പോൾ തന്നെ നമ്മളങ്ങ് വണ്ടിയുടെ അടുത്തെത്തും. അപ്പോൾ വഴിയിൽ ഇച്ചിരിയേറെ ട്രാഫിക് ഉള്ളത് കൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ടുള്ളൊരു ലെങ്തി വീഡിയോ ആയിട്ട് ഇത് ഉൾപ്പെടുത്താത്തത്. വണ്ടി നല്ല പെർഫെക്റ്റ് കണ്ടീഷനാണ്, മെക്കാനിക്കലി ഫിറ്റാണ് വണ്ടി. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാം. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ അഴുക്കോ പൊടിയോ ചെളിയോ ഒന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോളുകളൊക്കെയും നല്ല ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ സീറ്റുകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ച് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പുറകു നിര സീറ്റുകൾ നമുക്കൊന്ന് കാണാം. പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോഴും സെയിം അതേ ഫ്രണ്ടിലത്തെ അതേ ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന സീറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അകത്തൊക്കെ അഡീഷണൽ മാറ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഒന്ന് കാണാം. റൂഫിലേക്ക് വരുമ്പോഴത്തേന് റൂഫിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നുമില്ല. വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടയർ ഒന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ടയർ ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ് ഇതിൽ കിടക്കുന്നത്. സിയറ്റിൻ്റെ പുതിയ 4 ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഏകദേശം 80% ഉള്ള ഒരു സ്റ്റെപ്പിനിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 2020 മാനുഫാക്ചറിങ്, 20 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പിൽ 1,33,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വരാതെ, എടുത്തു പറയാണ് ബമ്പർ രണ്ടും പെയിൻ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് വണ്ടിയുടെ മെറ്റാലിക് പാർട്ടായിട്ടുള്ള ഭാഗങ്ങളിലൊന്നും ബമ്പർ ഒഴികെയുള്ള ഡിക്കി, ബോണറ്റ്, ഡോറുകൾ, റൂഫ് ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും കമ്പനി ഒറിജിനൽ പെയിൻ്റ് ആണ് കിടക്കുന്നത്. ഈ വാഹനത്തിൽ ഒരേ ഒരു റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളത്, അത് ഫ്രണ്ട് വിൻഷീൽഡാണ്. അത് കമ്പനിയിൽ നിന്ന് തന്നെ മാറിയിരിക്കുന്നതാണ്. ടൊയോട്ടയുടെ ഒറിജിനൽ ഗ്ലാസ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറുതായിട്ടൊരു കല്ലടിച്ചതിൻ്റെ ഒരു ഡോട്ടുണ്ട്, അതും ഞാൻ എടുത്തു പറഞ്ഞേക്കാം.
അപ്പോൾ ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് വണ്ടികൾ എടുത്തു കൊടുക്കുകയാണ്. നമ്മൾ അങ്ങനെ നിങ്ങൾ പറയുന്ന വണ്ടികൾ എടുത്തു തരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒന്നും വീഡിയോകൾ ചെയ്യാറില്ല. നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ചിട്ട് നല്ല വണ്ടികൾ വരുമ്പോൾ അതിൻ്റെ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഹൈ ക്വാളിറ്റി വാഹനം സ്വന്തമാക്കാനാണ്. ടൊയോട്ടയുടെ വണ്ടികൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, പ്രീമിയം സെഗ്മെന്റിലുള്ള ബെൻസ്, BMW, ഓഡി, അങ്ങനെ ഏത് വണ്ടിയാണെങ്കിലും ചെറിയ വണ്ടികൾ ഉൾപ്പെടെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് വാഹനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന വാഹനങ്ങളുടെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളുടെ ഫോട്ടോസ് മാത്രമാണ് നമ്മളതിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അതായത് ഡെയിലി ഞാൻ കുറേയധികം ഫോട്ടോസ് ഇട്ട് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ട്. അപ്പോൾ നല്ല വണ്ടികൾ മാത്രം വരുമ്പോഴാണ് നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന വാഹനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരത്തെ അതിലൂടെ തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ ആ ചാറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിൽ നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാവുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് എൻ്റെ ബെൽ ഐക്കണും ഓണാക്കി വെക്കുക. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിലയുടെ ഭാഗത്തേക്ക് വരാം. ഈ വാഹനം 2020 മോഡലാണ്, BS6 ആണ്, ആഡ് ബ്ലൂ ഒഴിച്ച് ഓടുന്ന വണ്ടിയാണ്. ഇതിന് വളരെ ചെറിയ പ്രൈസാണ് അവർ ചോദിച്ചിരിക്കുന്നത്, 13,65,000 രൂപ. അത് ഓൺ ടേബിളിൽ എന്തെങ്കിലും ചെറിയ നെഗോഷിയേഷൻസ് ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി വാഹനം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഈ വാഹനം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്, അതിൽ വിളിക്കുക. ഈ വണ്ടിയിൽ നിങ്ങൾക്ക് 1 രൂപ വണ്ടിയിൽ എടുത്തിട്ട് മുടക്കാനായിട്ടില്ല. ഇതിൻ്റെ ടയറുകൾ ഉൾപ്പെടെ 4 പുതിയ ടയറുകളാണ്. ഇൻഷുറൻസ് എനിക്ക് തോന്നുന്നത് 2026 ഫെബ്രുവരി ലാസ്റ്റ് വരെ ഫുൾ കവർ ഇൻഷുറൻസ് വാലിഡ് ആണ്. സെക്കൻഡ് കീ ഉപയോഗിച്ചിട്ടില്ല. അത്രയും നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പം നല്ലൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവരോടും ബൈ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.